ഹലോ, നമ്മുടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് യൂട്രസ് റിമൂവൽ അല്ലെങ്കിൽ ഹിസ്റ്റെക്ടമി. അപ്പോൾ ഹിസ്റ്റെക്ടമി കഴിഞ്ഞ് രണ്ട് രീതി ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ലാപ്രോസ്കോപ്പി വഴി അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ, അല്ലെങ്കിൽ വജൈനയിൽ. ഈ മൂന്ന് രീതിയിലാണ് സാധാരണ യൂട്രസ് റിമൂവൽ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മിക്കവാറും പേഷ്യൻസിനെ ഒരു 4th or 5th ഡേ ഒക്കെ ഡിസ്ചാർജ് ആക്കും. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ സിംറ്റംസ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണാൻ പോകുന്നത്. അത് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ വജൈന ത്രൂ ദ വജൈന കൂടി ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുക. ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഒക്കെ സ്വാഭാവികമായിട്ട് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അത് പതുക്കെ സെറ്റിലാക്കണം. പക്ഷേ ഒരു വലിയൊരു ക്ലോട്ട് പോവുക, പാഡ് ഭയങ്കരമായിട്ട് തന്നെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഓപ്പൺ സിസ്റ്റം സ്റ്റിച്ചിന് അപ്പോൾ അതിൽ കൂടെ വെള്ളം വരിക, പഴുപ്പ് വരിക, പിന്നെ അവിടെ ഒത്തിരി റെഡ്നെസ് പോവുക, ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ഡോക്ടറെ പോയി കാണണം. പിന്നെ അടുത്തത് യൂറിനറി പ്രോബ്ലംസ്, ചിലപ്പം യൂറിൻ അറിയാതെ പോവുക, ചിലപ്പോൾ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഇമ്മീഡിയറ്റായിട്ട് വിളിച്ച് കാണിക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകത്തില്ല. മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. താങ്ക് യു.